തലയിലേക്ക് റെഫേർഡ് പെയിൻ ആയിട്ട്, അതായത് അതിന്റെ കാരണമായിട്ടുള്ള കാര്യം ചിലപ്പോൾ കഴുത്തിലായിരിക്കാം അല്ലെങ്കിൽ പല്ലിലായിരിക്കാം. പക്ഷേ പല്ലിൽ വേദനയോട് കൂടെ തന്നെ അവർക്ക് തലയിലും വേദന ഉണ്ടാവാം. അതിന് മെഡിക്കൽ ടേംസിൽ റെഫേർഡ് പെയിൻ എന്നാണ് പറയുന്നത്. അതിന് കാരണം ആ രണ്ട് വശങ്ങളിലും ആ രണ്ട് ഭാഗങ്ങളിലും ഒരേ തരം വരുന്നു. അപ്പോൾ അങ്ങനെയും വരാം. ചില ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് തലവേദനയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല്ലിന് കേടുണ്ട് അതുകൊണ്ട് തലവേദന എന്ന് പറയും. അപ്പം ചില രോഗികൾ ചോദിക്കാറുണ്ട് പല്ലിനുള്ള കാര്യം കൂടെ നമ്മൾ അറിയുക. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യം ഞാൻ തലവേദന വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നും പറയുന്നത് കേൾക്കുന്നില്ല. അത് ഞാൻ DC ആയോ? ഒരു പിടുത്തം കിട്ടുന്നില്ല. കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം മുതലേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദനകൾ രണ്ട് തരമുണ്ട്. അതിൽ ശരീരത്തിനോ അല്ലെങ്കിൽ ജീവനോ ഹാനിയില്ലാത്ത തലവേദനയുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും അകത്തുള്ളത് കൊണ്ട് വരുന്നുണ്ട്. ഈ രണ്ടും തിരിച്ചറിയാന്നുള്ളതാണ്, തിരിച്ചറിയാൻ സഹായകമായുള്ള ചില ടിപ്സെങ്കിലും തരിക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തലവേദന ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഡോക്ടറുടെ സേവനം എപ്പോൾ നേടണം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേസ്റ്റ് ഹെഡേക്ക് ഓഫ് യുവർ ലൈഫ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും മാരകവും ഏറ്റവും വലിയ തലവേദന, ഏറ്റവും മോശമായ തലവേദന ഒരാൾക്കുണ്ടെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ടും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കാരണം അത് അതേപോലെ തന്നെ പല അകത്തുണ്ടാകാവുന്ന പല ബ്ലീഡിങ്ങിനും അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ട് വരാം. പ്രത്യേകിച്ച് തലയ്ക്കകത്തുണ്ടാവുന്ന സബറക്കിനയുടെ ഹെമറേജ്, അതായത് തലയുടെ പല ആവരണങ്ങളുണ്ട്. തലയോട്ടിക്കകത്ത് തലച്ചോറിന് പുറമെ ധാരാളം ആവരണങ്ങളും പല ക്ഷതമേൽക്കാതിരിക്കാനുള്ള ആവരണങ്ങളുണ്ട്. അവയ്ക്ക് ഇടയിലുണ്ടാവുന്ന പല ഹെമറേജ്, ബ്ലീഡിങ്ങിന് ഉള്ള ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറയാറുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹെഡേക്ക്, അത് ചിലപ്പോൾ മുമ്പ് തലവേദനകൾ ഉണ്ടായിരുന്ന ആളാവാം, പക്ഷെ ആ രീതിയിൽ ഇപ്പോൾ ഉണ്ടായ രീതിയിലുള്ള ഒരു തലവേദന മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ, മുമ്പ് ഡോക്ടറെ കണ്ട് അത് മൈഗ്രെയിൻ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് ഡോക്ടറെ കാണിക്കുകയും ഒന്ന് ചെക്കപ്പ് നടത്തുന്നതും നല്ലതായിരിക്കും എന്നാണ് നമ്മൾ സാധാരണ ഇതിൽ പറയുക. അതുപോലെ തന്നെ വേസ്റ്റ് ഹെഡേക്ക് ഓഫ് യുവർ ലൈഫ് എന്ന് പറഞ്ഞു, അതായത് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു ഹെഡേക്ക്, അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു ഹെഡേക്ക്. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പലപ്പോഴും നമുക്ക് തലവേദന ഉണ്ടായിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഡോക്ടറെ കണ്ടിട്ടും കാണാതെയൊക്കെ ആ തലവേദന മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു തലവേദന ഉണ്ടാവുകയാണ്. അതിന്റെ രീതിയോ എണ്ണമോ അതിന്റെ ഡ്യൂറേഷനോ, അതായത് എത്ര നേരം നിൽക്കുന്നു എന്നുള്ള ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നുകയാണെങ്കിലും നമുക്ക് പോയി ഡോക്ടറെ കാണേണ്ടി വരും. അത് ചിലപ്പോൾ മറ്റു രോഗങ്ങളിലേക്ക് ചിലപ്പോൾ സൂചിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കൂടുന്ന തലവേദന, എന്തെങ്കിലും കനപ്പെട്ട ജോലി ചെയ്യുമ്പോൾ എക്സേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ കൂടുന്ന തലവേദന, അല്ലെങ്കിൽ കുനിയുമ്പോൾ കൂടുന്ന തലവേദന, അല്ലെങ്കിൽ ലൈംഗികമായി നമ്മൾ ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് അത് നമ്മളെ എക്സേഷനിലേക്ക് പെടുത്താം. എന്നിരുന്നാലും ശാരീരികമായിട്ടുള്ള കായികാധ്വാനം വരുന്ന സമയത്ത് ചുമയ്ക്കുമ്പോൾ മുന്നോട്ട് കുനിയുമ്പോഴൊക്കെ തലവേദന കൂടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അകത്ത് നിൽക്കുന്ന പല കാരണങ്ങൾ കൊണ്ടുള്ള തലവേദനയെ സൂചിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറുടെ അഭിപ്രായമോ ഒന്ന് ആലോചിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വിട്ടുമാറാത്ത നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം വരികയും ഛർദി എന്ന് പറഞ്ഞാൽ ഛർദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഛർദിയുടെ ആ ഒരു തോന്നൽ, നോസിയ, ഓക്കാനെന്ന് പറയും. അത് വിട്ടുമാറുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ തലയുടെ ആവരണത്തിന്റെ നീർക്കെട്ടായിട്ട് ചിലപ്പോൾ അത് വരാം. അതുപോലെ തന്നെ പനിയുണ്ട്, നമ്മുടെ കഴുത്ത് ഇളക്കുമ്പോൾ വേദനയുണ്ട്, കഴുത്ത് തിരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ താടി എന്ന് പറയുന്ന ഭാഗം നമ്മൾ കഴുത്ത് മടക്കി താടിയുടെ ഭാഗം നമ്മുടെ നെഞ്ചിലേക്ക് മുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ കഴുത്തിലേക്ക് ഇതൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം. അതിന് സ്റ്റിഫ് നെക്ക് എന്നാണ് നമ്മൾ പറയുക. സ്റ്റിഫ് നെക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് ഇളക്കുന്ന സമയത്ത് തലവേദന കൂടുക, കഴുത്തിൽ വേദന കൂടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പനി ഉണ്ടാവുക, ഇത്തരം അവസരങ്ങളിലും നമ്മൾ തലവേദന ഉണ്ടെങ്കിൽ
നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതുവരെ ഒരു ശീശർ, അതായത് അപസ്മാരമൊന്നും വരാത്ത ആളുകളിൽ തലവേദനയോടുകൂടി അപസ്മാരം വരികയാണെങ്കിലും അത് ചിലപ്പോൾ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അസുഖങ്ങളുടെ കാരണമാവാം. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, തലയുടെ നീർക്കെട്ട്, തലയിലെ അണുബാധ, മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ തലവേദനയും പനിയും ഛർദിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ശീശർ, അതായത് ഫിറ്റ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ അപസ്മാരത്തിന്റെ ഇളക്കം എന്ന് പറയുന്ന ആ ഒരു കാര്യം വേണമെങ്കിൽ വരാം. അതുപോലെ തന്നെ നമ്മുടെ തലവേദന ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിലോ വീഴ്ചയോ തലയ്ക്ക് അടിയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തലവേദന എന്താണ് എന്നുള്ളതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയിൽ വല്ല വ്യത്യാസമോ, കാഴ്ചയിൽ നടുവിൽ വല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം കാണുക, അതുപോലെ തന്നെ കാഴ്ചയിൽ ഒരു എന്തെങ്കിലും ഭാഗങ്ങൾ പറന്നു നടക്കുന്ന പോലെ തോന്നുക, അത് നമ്മൾ കണ്ണ് തിരിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ കൂടെ തന്നെ പോകും. ഫ്ലോട്ടേഴ്സ് എന്നാണ് നമ്മൾ വൈദ്യശാസ്ത്ര ഭാഷയിൽ പറയുക. അതായത് എന്തെങ്കിലും ഒരു കൊതുകോ അല്ലെങ്കിൽ എന്തോ ഒരു പാട മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുക, കണ്ണിന്റെ കാഴ്ചകളിൽ വ്യത്യാസം വരിക, സംസാരത്തിൽ വ്യത്യാസം വരിക, അതുപോലെ തന്നെ ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, ആളുകളോട് ദേഷ്യപ്പെടുക, ബോധരഹിതമായി ഇടക്ക് ബോധം വരിക, അതുപോലെ തന്നെ എന്ത് സ്ഥലത്താണോ നിൽക്കുന്നത് എന്നുള്ള ബോധത്തിന്റെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയും. അതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് തലയുടെ നീർക്കെട്ടോ തലയിലെ അണുബാധയൊക്കെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗങ്ങളിൽ വീക്ക്നെസ്, അതായത് ക്ഷീണം അല്ലെങ്കിൽ കുഴച്ചിൽ അനുഭവപ്പെടുക, അങ്ങനെയാണെങ്കിലും അത് തലവേദന, തലയുടെ ഭാഗങ്ങളിൽ സ്ട്രോക്ക് വരിക. അതായത് ഞാൻ പറഞ്ഞിരുന്നു, തലച്ചോറിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളിൽ രക്തം കട്ട പിടിക്കുന്ന കാരണം അവിടെ ബ്ലോക്ക് ആവുകയും അതിനപ്പുറത്തേക്ക് രക്തം എത്താതെ അത്തരം ഭാഗങ്ങളിലുള്ള കോശങ്ങൾ, കലകൾ നശിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ തലച്ചോറിന്റെ ഭാഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണോ നിയന്ത്രിക്കുന്നത് അത്തരം ഭാഗങ്ങളിൽ വീക്ക്നെസ്, കുഴച്ചിൽ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദീപനങ്ങൾ അറിയാനുള്ള കഴിവ്, അതായത് വേദന, ചൂട്, തണുപ്പ് ഇതൊന്നും അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാം. അത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പ്രായമായ ആളുകളിലൊക്കെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യേക ഭാഗം തളർന്നു പോവുക എന്ന്, ഒരു വശം ഇടതുവശം അല്ലെങ്കിൽ വലതുവശം തളർന്നു പോവുക, ആ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. ആ വേദനയോടുകൂടി ഒരു വശം തളർന്നു പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ സെൻസേഷൻ, അതായത് ചൂട്, തണുപ്പ്, വേദന ഒക്കെ അറിയാനുള്ള കഴിവ് കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിലും പാരസിറ്റമോളൊക്കെ കഴിക്കുമ്പോൾ വേദന കുറയാറുണ്ട്. ഡോക്ടറെ കണ്ടിട്ടുണ്ട്, അത് പ്രശ്നമില്ലാത്ത തലവേദനയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പാരസിറ്റമോൾ തന്നിരുന്നു. ചെറിയ തലവേദനയൊക്കെ ആണെങ്കിൽ പാരസിറ്റമോൾ ഒന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗുളിക കഴിക്കുന്നതായിരുന്നു. എന്നാൽ ഇത്തവണ സാധാരണഗതിയിൽ ഉള്ള ഗുളികകളോട് മാറുന്നില്ല. അതുപോലെ തന്നെ ഗുളിക കഴിച്ചിട്ടും ആ തലവേദന കൂടുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഡോക്ടറെ ഒന്ന് പോയി കാണേണ്ടി വരും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു പാരസിറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറുന്ന ആള് 2-3 പാരസിറ്റമോൾ കഴിച്ചിട്ടാണ് വേദന മാറുന്നതെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകേണ്ടതായിട്ട് വന്നേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിവിയറിറ്റി കൂടുതലാണെങ്കിൽ, അതിന്റെ തീവ്രത കൂടുതലാണ്, നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ സ്വന്തം ജോലി ചെയ്യുന്നതിനൊന്നും ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ തന്നെ ഒരു ആള് പെട്ടെന്ന് ഒരു ദിവസം തലവേദനയിൽ ഒരു മാറ്റം കാണുകയും ഒരു കാര്യക്ഷമത കുറയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ അകത്തുള്ള മറ്റു രോഗാവസ്ഥ ലക്ഷണങ്ങളൊക്കെ പൊതുവിൽ ഞാൻ കുറെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ വൈദ്യ സഹായം, ഒരു വൈദ്യ ഒപ്പീനിയൻ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ തലവേദനയോട് കൂടി വരികയാണെങ്കിൽ, അത് സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആളുകളാണെങ്കിൽ പോലും. ഞാൻ ഇതിനൊക്കെ പുറമെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, തലവേദനകൾ 2 തരമുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രൈമറി ഹെഡേക്സ് ആണ്. പ്രൈമറി ഹെഡേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങളും ചികിത്സയും എല്ലാം തലവേദന എന്നുള്ള ഒരു ലക്ഷണം മാത്രമേ ഉണ്ടാവുള്ളൂ. ചെക്ക് ചെയ്യുകയാണെങ്കിലോ എന്ത് ടെസ്റ്റ് നടത്തിയാലും അതിനൊരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളിൽ അവർക്ക് അകത്ത് ഒളിഞ്ഞുകിടക്കുന്ന ഒരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ ജീവനഹാനിയോ ഉണ്ടാവില്ല. അത്തരം അസുഖങ്ങളാണ് നമ്മൾ
90% കൂടുതൽ ആളുകളിലും തലവേദനയായിട്ട് വരുന്നത്. എന്നാൽ ബാക്കി വരുന്ന 10% അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ ശതമാനം ആളുകളുടെ തലവേദന മറ്റു പല കാരണങ്ങളും അകത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും ആ തലവേദന ഉണ്ടാവുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് സഹായകമായിട്ടുള്ള പല കാര്യങ്ങളാണ്, നമുക്കറിയുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്ന മറ്റ് ലക്ഷണങ്ങൾ തലവേദനയോട് കൂടി വരുന്ന പനി, കഴുത്തിന്റെ വേദന, ഫിറ്റ്സ് വരിക, അതുപോലെ തന്നെ തളർച്ച വരിക, ഛർദിക്കുക, നമ്മുടെ പെയിന്, വേദന, ചൂട്, തണുപ്പ്, ഇത്തരം അറിവുള്ള കഴിവുകൾ ഭഷ്ടം, ഇതൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിനകത്തൊക്കെ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുകയൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന സ്ഥായിയായ ശാരീരിക മാറ്റങ്ങളുടെ തോത് കുറഞ്ഞിരിക്കാനൊക്കെ അതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ തിരിച്ച് ആ ഒരു കുഴച്ചിൽ അല്ലെങ്കിൽ ആ വീക്ക്നെസ് തിരിച്ച് മാറി നോർമൽ ആവാനുള്ള സാധ്യതയും ആദ്യമേ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് സാധ്യതകളും കൂടുതലാണ് എന്നുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ തലവേദനയെക്കുറിച്ച് ഒരു ഇത്തരം ക്ലാസ്സുകളിൽ പൊതുവിൽ നൽകാവുന്ന ഒരു വിവരം. അതിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയങ്ങൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ. നമ്മുടെ ഡോക്ടർ റഹ്മാൻ സാഹിബ് ഇതുവരെയും നമുക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള